ഹായ് എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് 2026 കറണ്ട് അഫയേഴ്സാണ്. ഇത് ഇൻ്റർലോഗസ് എന്നുള്ളൊരു ചാനലിൻ്റെ PDF ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് പാർട്ടായിട്ട് അരമണിക്കൂർ പാർട്ടായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026? എത്രാമതാണ് ഇന്ത്യയുടെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026 റാങ്കിങ്? ഓപ്ഷൻ ബി 116. പബ്ലിഷ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻ നെറ്റ്വർക്ക് ആണ്. ഇന്ത്യയുടെ റാങ്ക് വരുന്നത് 116 ആണ്. നേപ്പാൾ 99, പാകിസ്ഥാൻ 104, ബംഗ്ലാദേശ് 127. അതിൽ ടോപ്പ് കൺട്രീസായിട്ട് വരുന്നത് ഫിൻലാൻഡാണ് ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് ഐസ്ലാൻഡ്, പിന്നെ ഡെൻമാർക്ക്, ലാസ്റ്റ് കൺട്രി അഫ്ഗാനിസ്ഥാനാണ്. ഇതിനെടുക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്, ഈ ഹാപ്പിനെസ് റിപ്പോർട്ട് എടുക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് GDP പെർ ക്യാപിറ്റ, സോഷ്യൽ സപ്പോർട്ട്, പേഴ്സണൽ ഫ്രീഡം, കറപ്ഷൻ, ഹെൽത്തി ലൈഫ് എന്നീ കാറ്റഗറി ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹു വോൺ ദ സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2026? ഓപ്ഷൻ ഡി കാവേ മദാനിയാണ് സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് 2026 നേടിയത്. സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ്, കോൾഡ് നോബൽ പ്രൈസ് ഓഫ് വാട്ടർ, എസ്റ്റാബ്ലിഷ് ഇൻ 1991, അവാർഡഡ് ബൈ സ്റ്റോക്ക്ഹോം വാട്ടർ ഫൗണ്ടേഷൻ ആണ്. 2026 വിന്നർ കാവേ മദാനി ഒരു ഇറാനി സയൻറ്റിസ്റ്റാണ്, ഒരു യങ്ങസ്റ്റ് വിന്നറും കൂടെയാണ്. ഹു ഹാസ് ബീൻ അവാർഡഡ് ദ 60th ജ്ഞാനപീഠ അവാർഡ് ഫോർ 2025? 60ാമത്തത് അല്ലെങ്കിൽ 2025 ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർ വൈരമുത്തുവിനാണ്. ഓൾഡസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ഇന്ത്യൻ ലിറ്റററി അവാർഡാണ് ഈ പറഞ്ഞ ജ്ഞാനപീഠ അവാർഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വിന്നർ 1965 ജി ശങ്കരക്കുറുപ്പായിരുന്നു. ക്യാഷ് പ്രൈസ് 11 lakh rupees അദ്ദേഹത്തിന് കിട്ടിയത്. 60th ജ്ഞാനപീഠ അവാർഡ് 2025 കൊടുത്തു. ആർ വൈരമുത്തു തമിഴ് പോയറ്റും അതുപോലെ തന്നെ റിസിസ്റ്റുമാണ്. തൊട്ട് മുമ്പത്തെ 59 ജ്ഞാനപീഠ അവാർഡ് 2024 കിട്ടിയത് വിനോദ് കുമാർ ശുക്ലയ്ക്കായിരുന്നു. വിച്ച് ഫിലിം വോൺ ദ ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് ഓസ്കാർസ് 2026? ഓപ്ഷൻ സി വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 98th അക്കാഡമി അവാർഡ് 2026, അതിൽ ബെസ്റ്റ് ഫിലിം വന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. ബെസ്റ്റ് ആക്ടർ വരുന്നത് മൈക്കൽ ബി ജോർദൻ ആണ് സിന്നേഴ്സ് എന്ന ഫിലിമിന്. ബെസ്റ്റ് ആക്ട്രസ് വരുന്നത് ജെസി ബക്ലെ ആണ് ഹാംലെറ്റ് എന്നുള്ള ഫിലിമിന്. ബെസ്റ്റ് ഡയറക്ടർ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ള ഫിലിമിൽ. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം K-pop ഡീമൺ ഹണ്ടേഴ്സ് എന്നുള്ള ഫിലിമാണ്. ബെസ്റ്റ് ഡോക്യുമെൻ്ററി മിസ്റ്റർ നോബഡി അഗെയിൻസ്റ്റ് പുടിൻ. ഹു ഹാഡ് ബീൻ അവാർഡഡ് ദ ഏബൽ പ്രൈസ് 2026? ഏബൽ പ്രൈസ് കിട്ടിയത് ആർക്കായിരുന്നു? ഓപ്ഷൻ ബി ജെറാഡ് ഫാൾട്ടിങ്സിനാണ്. ഏബൽ പ്രൈസ് 2026 അത് മാത്തമാറ്റിക്സിന് കൊടുക്കുന്ന അവാർഡാണ് ഏബൽ പ്രൈസ് എന്ന് പറയുന്നത്. വിന്നർ ജെർഡ് ഫാൾട്ടിങ്സ് ആണ്, ജർമ്മൻ മാത്തമാറ്റീഷ്യൻ ആണ്. ഇത് കൊടുക്കുന്നത് നോർവീജിയൻ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് ആണ് ഈ ഏബൽ പ്രൈസ് പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് കൺട്രി വോൺ ദ ടൈറ്റിൽ ഓഫ് 2026 ICC മെൻസ് T20 വേൾഡ് കപ്പ്? ഓപ്ഷൻ ബി ഇന്ത്യയാണ്. ചാമ്പ്യൻസ് ആയത് ഇന്ത്യയുടെ തേർഡ് ടൈറ്റിലാണ്. റണ്ണർ അപ്പ് ആയിട്ട് വരുന്നത് ന്യൂസിലൻഡ് ആയിരുന്നു. ഇത് 10ാമത്തെ എഡിഷനാണ് നടക്കുന്നത്. ടോട്ടൽ 20 ടീംസാണ് ഇതിൽ ICCയിൽ പങ്കെടുത്തത്, T20 പങ്കെടുത്തത്. ഹോസ്റ്റ് കൺട്രി ആയിരുന്നത് ഇന്ത്യയും ശ്രീലങ്കയാണ്. ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ICC അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ്. ഇതിൻ്റെ ഫൈനൽ മാച്ച് നടന്നത് നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്, ഗുജറാത്തിലുള്ള നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ഹു വാസ് നെയിംഡ് ദ പ്ലെയർ ഓഫ് സീരീസ് ഇൻ 2026 ICC മെൻസ് T20 വേൾഡ് കപ്പ്? ആരായിരുന്നു പ്ലെയർ ഓഫ് ദ സീരീസ്? ഓപ്ഷൻ ബി സഞ്ജു സാംസൺ ആണ്. ഹു ടുക്ക് ദ മോസ്റ്റ് വിക്കറ്റ്സ് ഇൻ ദ 2026 ICC മെൻസ് T20 വേൾഡ് കപ്പ്? ആരായിരുന്നു ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത്? ജസ്പ്രീത് ബുംറ ആൻഡ് വരുൺ ചക്രവർത്തി ആയിരുന്നു. മോസ്റ്റ് വിക്കറ്റ് എടുത്തത് ജസ്പ്രീത് ബുംറ 14 വിക്കറ്റ്, വരുൺ ചക്രവർത്തി 14 വിക്കറ്റ്. മോസ്റ്റ് റൺസ് എടുത്തത് ഷഹിബ്സാദ ഫർഹാനാണ് പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത വ്യക്തി. മോസ്റ്റ് വിക്കറ്റ് എടുത്തതാണ് ഇന്ത്യയിലുള്ള ജസ്പ്രീത് ബുംറയും വരുൺ ചക്രവർത്തിയും. ഹു ലോഞ്ച് ദ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026? ഓപ്ഷൻ സി നീതി ആയോഗാണ് ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 ലോഞ്ച് ചെയ്തത്. റിപ്പോർട്ട് വാല്യുവേറ്റ് ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് സ്റ്റേറ്റ്സ് യൂസിങ് 5 കീ ഫാക്ടേഴ്സ്. ഈ 5 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് മെഷർ ചെയ്യുന്നത്. സ്പെൻഡിങ് ക്വാളിറ്റി, റവന്യൂ കളക്ഷൻ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഡെപ്റ്റ് ലെവൽ, ഡെപ്റ്റ് സസ്റ്റൈനബിലിറ്റി. അതിൽ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഒഡീഷയാണ്. പിന്നെ സെക്കൻഡ് ഗോവ, ജാർഖണ്ഡ്. നോർത്ത് ഈസ്റ്റ് ആൻഡ് ഹിമാലയൻ സ്റ്റേറ്റ്സിൽ ടോപ്പ് പെർഫോമറായിട്ട് വരുന്നത് അരുണാചൽ പ്രദേശും ഉത്തരാഖണ്ഡുമാണ്. വിച്ച്
സ്റ്റേറ്റ് ബിക്കം സെക്കൻഡ് സ്റ്റേറ്റ് ടു പാസ് UCC ബിൽ, UCC യൂണിഫോം സിവിൽ കോഡ് ബില്ല് പാസ് ചെയ്ത സെക്കൻഡ് സ്റ്റേറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഗുജറാത്താണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഇംപ്ലിമെൻറ്റ് UCC എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പേ ഈ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നത് ഗോവയിലാണ്. ഫസ്റ്റ് സ്റ്റേറ്റ് ഇംപ്ലിമെൻറ്റ് ബൈ പോർച്ചുഗീസാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ ശേഷം ഫസ്റ്റ് വന്നത് ഉത്തരാഖണ്ഡ്, സെക്കൻഡ് ഇപ്പോൾ വരുന്നത് ഗുജറാത്താണ്. ഈ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 4 TPSPയിലെ പാർട്ട് 4ലാണ്. അത് ആർട്ടിക്കിൾ 44 ആണ് യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. UCC മീൻസ് വൺ കോമൺ ലോ ഫോർ ഓൾ സിറ്റിസൺ, എല്ലാ സിറ്റിസണും ഒരു തുല്യ നിയമം എന്നൊരു കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. ഇത് കവർ ചെയ്യുന്നത് മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി എന്നീ മേഖലകളിലെല്ലാം ഇത് വരുന്നുണ്ട്. ഇതിൽ എക്സെപ്ഷണൽ കേസ് വരുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിനാണ് എക്സെപ്ഷൻ ഉള്ളത്. INS താരാഗിരി അല്ലെങ്കിൽ തരഗിരി ഹാസ് ബീൻ കമ്മീഷൻഡ് അറ്റ് വിച്ച് പ്ലേസ്? ഓപ്ഷൻ എ വിശാഖപട്ടണം. വിശാഖപട്ടണത്താണ് INS തരഗിരി കമ്മീഷൻ ചെയ്തത്. INS തരഗിരി പാർട്ട് ഓഫ് പ്രൊജക്ട് 17A നീൽഗിരി ക്ലാസ് സ്റ്റെൽത്ത് ഫ്രീറ്റ്സ് കമ്മീഷൻഡ് ഇൻ ടു ഇന്ത്യൻ നേവി അറ്റ് വിശാഖപട്ടണം. ബിൽഡ് ബൈ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ്. ഇത് വരുന്നത് പ്രൊജക്ട് 17A. 7 അഡ്വാൻസ് ഗൈഡഡ് മിസൈൽസ് ഫ്രീറ്റ്സ് വിൽ ബി ബിൽഡ്. ഇതിൻ്റെ ഭാഗമായിട്ട് 7 അഡ്വാൻസ് ഗൈഡഡ് മിസൈൽ ഫ്രീറ്റ്സ് ഉണ്ടാകും. കമ്മീഷൻ ചെയ്തതുപോലെ മുമ്പ് കമ്മീഷൻ ചെയ്തിട്ടുള്ള പ്രൊജക്ട്സാണ് നീൽഗിരി, ഉദയഗിരി, ഹിംഗിരി, താരാഗിരി. ഇനി കമ്മീഷൻ ചെയ്യാനുള്ളത് ദുണഗിരി, വിദ്യഗിരി, മഹേന്ദ്രഗിരി എന്നൊക്കെയുള്ള പ്രൊജക്ട്സാണ്. ബലൻ ഷാ ബിക്കം ദ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? ബലൻ ഷാ ഏത് കൺട്രിയുടെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടാണ് മാറിയത്? ഓപ്ഷൻ എ നേപ്പാൾ. നേപ്പാളിൻ്റെ യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്ററാണ് ബലൻ ഷാ. പൊളിറ്റിക്കൽ പാർട്ടി വരുന്നത് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി. ഈ പറഞ്ഞ നേപ്പാളിൻ്റെ ക്യാപിറ്റലാണ് കാഠ്മണ്ഡു. വിച്ച് ആഫ്രിക്കൻ കൺട്രി സപ്ലൈഡ് 9 cheetahs ടു ഇന്ത്യ അണ്ടർ പ്രൊജക്ട് ചീറ്റ ഓൺ 28 February 2026? ഏത് കൺട്രിയാണ് 9 ചീറ്റയെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് കൊടുത്തത്? അത് ഏത് പ്രൊജക്റ്റിൻ്റെ കീഴിലായതാണ്? പ്രൊജക്ട് ചീറ്റ എന്നുള്ള പ്രൊജക്റ്റിൽ 28 February 2026 ഇത് പ്രൊവൈഡ് ചെയ്തത്. ഓപ്ഷൻ എ ബോൾസ്വാന ആണ്. ഇന്ത്യ റിസീവ്ഡ് 9 more cheetah ഫ്രം ബോൾസ്വാന ഇൻട്രൊഡ്യൂസ് ടു കുനോ നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ മധ്യപ്രദേശിലുള്ള കുനോ നാഷണൽ പാർക്കിലേക്കാണ് ഇതിനെ എത്തിച്ചത്. അണ്ടർ വേൾഡ് ഫസ്റ്റ് ചീറ്റ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റാണ്. വേൾഡിലെ ഫസ്റ്റ് ചീറ്റ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റാണിത്. 12 cheetahs ബ്രോട്ട് ഫ്രം സൗത്ത് ആഫ്രിക്ക ആൻഡ് 8 cheetah ഫ്രം നമീബിയ. അതിൽ 12 എണ്ണം കൊണ്ടുവന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അതുപോലെ തന്നെ 8 ചീറ്റയിൽ മുമ്പ് നമീബിയയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുനോ നാഷണൽ പാർക്കിലാണ്. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ എത്ര ഉണ്ട് ടോട്ടൽ? 48 ചീറ്റ ഇൻ ഇന്ത്യ ഇൻക്ലൂഡിങ് കപ്സ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള 48 ചീറ്റേഴ്സാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലുള്ളത്. സീ ഡ്രാഗൺ എക്സസൈസ് 2026 ഹാസ് ബീൻ കണ്ടക്റ്റഡ് ഇൻ വിച്ച് കൺട്രി? ഈ എക്സസൈസ് ഒരുപാട് ഇപ്പം ചോദിക്കുന്നുണ്ട് ഇപ്പോഴത്തെ എക്സാംസിന്. അപ്പോൾ ഈ സീ ഡ്രാഗൺ എന്നുള്ള ആ ഒരു എക്സസൈസ് കണ്ടക്ട് ചെയ്ത എവിടെ വെച്ചായിരുന്നു? ഓപ്ഷൻ എ USA ആണ് സീ ഡ്രാഗൺ കണ്ടക്ട് ചെയ്തത്. സീ ഡ്രാഗൺ എക്സസൈസ് 2026 എ മൾട്ടി ലാറ്ററൽ ആൻറ്റി സബ്മറൈൻ വാർഫെയർ എക്സസൈസ് ആണ്. ലൊക്കേഷൻ വരുന്നത് ഗ്വാം US ഐലൻഡ്സിൽ വെച്ചാണ്. അത് പസഫിക് ഓഷ്യൻ റീജിയനാണ് വരുന്നത്, ഗ്വാം ഐലൻഡ്സ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് കൺട്രി ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US ആൻഡ് ന്യൂസിലാൻഡ്. ഇത്രയും കൺട്രീസാണ് പങ്കെടുത്തത്. ഇന്ത്യ കണ്ടക്റ്റഡ് എക്സസൈസ് ലമിത്തിയെ 2026 വിത്ത് വിച്ച് കൺട്രി? ലമിത്തിയെ 2026 ഏത് കൺട്രിയായിട്ടാണ്? ഓപ്ഷൻ സി സീഷെൽസ്. ലമിത്തിയെ 2026 സീഷെൽസിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. ലമിത്തിയെ ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അതിൻ്റെ 11th എഡിഷനാണ് ഇപ്പോൾ നടന്നത്. ലൊക്കേഷൻ നടക്കുന്നത് സീഷെൽസിൽ വെച്ചാണ്. അവിടെ സീഷെൽസിൻ്റെ ക്യാപിറ്റലാണ് വിക്ടോറിയ എന്നുള്ള പ്ലേസ്. വിച്ച് കൺട്രി വാസ് ദ ലാർജസ്റ്റ് ഇമ്പോർട്ടർ ഡ്യൂറിങ് 2021-25? 2021-25 കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്ത കൺട്രി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഉക്രൈൻ. അക്കോർഡിംഗ് ടു SIPRI സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വേൾഡ്സ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ 2021-2025 ഉക്രൈൻ ആയിരുന്നു. സെക്കൻഡ് ഇന്ത്യ, തേർഡ് സൗദി അറേബ്യ. ലാർജസ്റ്റ് സപ്ലയർ വരുന്നത് റഷ്യ ആണ്. സപ്ലയർ റഷ്യയും ഇമ്പോർട്ടർ ഉക്രൈനും ആയിരുന്നു. സെക്കൻഡ് ഇന്ത്യ വരുന്നുണ്ട്, തേർഡ് സൗദി അറേബ്യ വരുന്നുണ്ട്. വെൻ ഈസ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ഒബ്സർവ്ഡ്? എന്നാണ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ? ഓപ്ഷൻ സി 24th March ആണ്. 24th March ആണ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ. ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ TB എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അത് മെയിൻലി എഫക്റ്റ് ചെയ്യുന്ന ലങ്സിനെയാണ്. ഇന്ത്യാസ് എയിം ടു എൻഡ് TB ബൈ 2025. 2025 TB എന്നുള്ള അസുഖം കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ചെയ്യണമെന്നായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം. വേൾഡ് TB ഡേ 24th March ആണ്.
ഇതിനുള്ള വാക്സിനെ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ചാണ്, അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ചാണ്. ഡിസ്കവർഡ് ബാക്ടീരിയം ദാറ്റ് കോസസ് ട്യൂബർക്ലോസിസ് കാരണമാകുന്ന ആ ഒരു സംഭവം ബാക്ടീരിയ കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ചാണ്. 2026 തീം എസ് വി ക്യാൻ എൻ ടി ബി ലെഡ് ബൈ കൺട്രീസ് പവർഡ് ബൈ പീപ്പിൾ. എസ് വി ക്യാൻ എൻ ടി ബി ലെഡ് ബൈ കൺട്രീസ് പവർഡ് ബൈ പീപ്പിൾ. വെൻ ഈസ് ഷഹീദ് ദിവസ് ഒബ്സർവ്ഡ് എവറി ഇയർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതൊക്കെ സമയത്താണ് ഷഹീദ് ദിവസ് ഒബ്സർവ് ചെയ്യുന്നത്? ഓപ്ഷൻ സി മാർച്ച് 23-ലാണ്. മാർച്ച് 23. വൈ ഒബ്സർവ്? എന്തിനാണ് ഈ ഷഹീദ് ദിവസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓർമ്മിക്കുന്നത്? ടു റിമെമ്പർ ദ സാക്രിഫൈസ് ഓഫ് ബ്രേവ് ഫ്രീഡം ഫൈറ്റേഴ്സ് ഭഗത് സിംഗ്, സുഖ്ദേവ് താപ്പർ, ശിവറാം രാജ്ഗുരു. 23rd March 1931 ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു ഹാങ്ഡ് ബൈ ബ്രിട്ടീഷേഴ്സ് ഇൻ ലാഹോർ ജയിൽ ഫോർ ലാഹോർ കോൺസ്പിറസി. 30th January അതുകൊണ്ട് ഷഹീദ് ദിവസ്, ഡെത്ത് ആനിവേഴ്സറി ഓഫ് മഹാത്മാഗാന്ധി. ഷഹീദ് ദിവസമായിട്ട് ആചരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ഡെത്ത് ആനിവേഴ്സറി ആണ് January 30. അതുപോലെ തന്നെ 23rd March നമ്മൾ ഈ ഷഹീദ് ദിവസമായിട്ട് ഇന്ത്യയിൽ ഒബ്സർവ് ചെയ്യുന്നത്. ഗാന്ധിജിയുടെ മരിച്ചത് 30th January ആണ്. അതും ഷഹീദ് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഷഹീദ് ദിവസമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് വേറൊരു ദിവസമാണ്, മറ്റേ January 30 എന്ന് പറയുന്നത് മാർട്ടിയേഴ്സ് ഡേ അല്ലേ. അപ്പോൾ അതുതന്നെയാണ് തോന്നുന്നത് ഷഹീദ് ദിവസം എന്ന് പറയുന്നത്. മാർട്ടിയേഴ്സ് ഡേ ആണ് ഈ January 30 എന്ന് പറയുന്നത്. ഈ ഷഹീദ് ദിവസം എന്ന് പറഞ്ഞ് ആചരിക്കുന്നത് 23rd March ആണ്. അത് ഭഗത് സിംഗിൻ്റെയും സുഖ്ദേവ് താപ്പറിൻ്റെയും ശിവറാം രാജ്ഗുരുവിൻ്റെയൊക്കെ ആ ഒരു സാക്രിഫൈസിനെ ഓർത്തിട്ടാണ് ചെയ്യുന്നത്. ഹു ഹാസ് ബീൻ റീസെൻ്റ്ലി അപ്പോയിൻറ്റഡ് ആസ് ഗവർണർ ഓഫ് ബീഹാർ. ഗവർണർ ഓഫ് ബീഹാർ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആരെയാണ്? ഓപ്ഷൻ എ സയ്യിദ് ആത്ത ഹസ്നൈനെയാണ്. സയ്യിദ് ആത്ത ഹസ്നൈൻ. പുതിയ കുറേ ഗവർണേഴ്സും ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സിനെ കുറിച്ച് ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. March 2026 അപ്പോയിൻമെൻറ്റ്സ് ആണ്. ഇത് ഗവർണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. നിലവിലെ പ്രസിഡൻറ്റ് ദ്രൗപദി മുർമുവാണ്. വെസ്റ്റ് ബംഗാളിലെ ഗവർണർ RN രവിയാണ്. തെലങ്കാനയുടേത് ശിവ് പ്രതാപ് ശുക്ല. മഹാരാഷ്ട്രയിലേത് ജിഷ്ണുദേവ് വർമ്മ. നാഗാലാൻഡ് വരുന്നത് നന്ദ് കിഷോർ യാദവ്. ബീഹാർ ഗവർണറായിട്ട് വരുന്നത് സെയ്ദ് അത്ത ഹസ്നൈൻ. അതാണ് ഇവിടെ ചോദിച്ചത്, ബീഹാറിൻ്റെത് സെയ്ദ് അത്ത ഹസ്നൈൻ. ഹിമാചൽ പ്രദേശിൻ്റേത് കവീന്ദർ ഗുപ്ത. ലഡാക്കിൻ്റേത് വിനയ് കുമാർ സക്സേന. ഡൽഹി വരുന്നത് തരൺജിത് സിംഗ് സന്ധു. RN രവി, ശിവ് പ്രസാദ് ശുക്ല, ജിഷ്ണുദേവ് വർമ്മ, നന്ദ് കിഷോർ യാദവ്, സെയ്ദ് അത്ത ഹസ്നൈൻ, കവീന്ദർ ഗുപ്ത, വിനയ് കുമാർ സക്സേന, തരൺജിത് സിംഗ് സന്ധു. ഇപ്പോൾ ഗവർണറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ആർട്ടിക്കിൾ 153, 167 പാർട്ട് 6 പറയുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സിനെ കുറിച്ച്. ഗവർണർ, CM, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സ്റ്റേറ്റ് അഡ്വക്കേറ്റ് ജനറൽ എന്നീ ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്നത് ഈ പറഞ്ഞ ആർട്ടിക്കിളിലാണ്. ആർട്ടിക്കിൾ 153 പറയുന്നത് ദെയർ ഷാൾ ബി ഗവർണർ ഫോർ ഈ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിനും ഒരു ഗവർണർ ഉണ്ടാവണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 153. 154 പറയുന്നത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഷാൾ ബി വെസ്റ്റഡ് ഇൻ ഗവർണർ. എക്സിക്യൂട്ടീവ് പവർ ഒരു സ്റ്റേറ്റിൻ്റെ ഉണ്ടാവേണ്ടത് ഗവർണറിൻ്റെയിലാണെന്ന് പറയുന്നത് 154 ആണ്. 155 അപ്പോയിൻമെൻറ്റ്സ്. 156 ടേംസ് എത്ര വർഷത്തേക്കുള്ളതാണ്. 157 ക്വാളിഫിക്കേഷൻ. 159 ഓത്ത് ആൻഡ് അഫർമേഷൻ ബൈ ദ ഗവൺമെൻറ്. 161 പാർഡണിങ് പവറാണ്. ആർട്ടിക്കിൾ 213 എന്ന് പറയുന്നത് ആരുടെ ഓർഡിനൻസ് പവറാണ്? ഗവർണറിൻ്റെ ഓർഡിനൻസ് പവറാണ്. പ്രസിഡൻ്റ് ആണെങ്കിൽ 123 ആണ് ഓർഡിനൻസ്, ഇത് പ്രസിഡൻറ്റിൻ്റെ. 11th edition of റൈസീന ഡയലോഗ് 2026 ഹെൽഡ് ഇൻ വിച്ച് കൺട്രി? റൈസീന ഡയലോഗ് 2026 എവിടെ വെച്ചാണ് നടന്നത്? ഓപ്ഷൻ എ ന്യൂഡൽഹിയിൽ വെച്ചാണ്. 11th edition of റൈസീന ഡയലോഗ് ഇനോഗ്രേറ്റഡ് ബൈ PM മോദി അറ്റ് ന്യൂഡൽഹി. ചീഫ് ഗസ്റ്റായിട്ട് വന്നത് അലക്സാണ്ടർ സ്റ്റബ്ബാണ്, ഫിൻലൻഡ് പ്രസിഡൻറ്റ്. ഓർഗനൈസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷൻ ആണ്. തീം സംസ്കാര, അസേർഷൻ, അക്കോമഡേഷൻ ആൻഡ് അഡ്വാൻസ്മെൻറ്റ്. റൈസീന ഡയലോഗ് എന്ന് പറഞ്ഞാൽ ആനുവൽ കോൺഫറൻസ് ആണ്. ഡിസ്കസ് ജിയോ പൊളിറ്റിക്സും അതുപോലെ തന്നെ ജിയോ എക്കണോമിക്സും ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഈ ഒരു ഡയലോഗിൻ്റെ മെയിനായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. ഹൗ മെനി എയർപോർട്ട്സ് വിൽ ബി ഡെവലപ്ഡ് അണ്ടർ ഉഡാൻ 2.0? ഉഡാൻ എന്നുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ കീഴിൽ എത്ര പുതിയ എയർപോർട്ട്സാണ് വരുന്നത്? ഓപ്ഷൻ എ 100 പുതുതായിട്ട് വരുന്നതല്ല, ഡെവലപ്പ് ചെയ്തെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് 100 എണ്ണം. യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ്ഡ് ഉഡാൻ 2.0 ഔട്ട്ലേ ഓഫ് 28,840 crore ആണ്.
പുതിയ എയർപോർട്ട്, 100 എയർപോർട്ട്സ്, 200 ഹെലിപാഡ്സ് ആണ്. ഉദയ് ദേശ് കാ ആം നാഗരിക് ആണ്. സ്കീം റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ് RCS. ലോഞ്ച് ചെയ്ത് 2016 അണ്ടർ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി. Which bill was passed by Lok Sabha in 2026 for transgender rights? ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഏത് ബില്ലാണ് പാസ്സാക്കിയത്? ഓപ്ഷൻ എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് അമെൻമെൻറ്റ് ബിൽ 2026. ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് അമെൻമെൻറ്റ് ബിൽ 2026. ബിൽ അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. അടുത്തുള്ള അമെൻമെൻറ്റ് എന്ന് വെച്ചാൽ റിമൂവ് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ജെൻഡർ വിച്ച് വാസ് റീഓർഗനൈസ്ഡ് ബൈ NALSA കേസ് 2014. Now identity depends on medical verification process, medical certification. ഇതിൽ വരുന്ന ആർട്ടിക്കിൾ 14 equality before law, ആർട്ടിക്കിൾ 21 right to life and dignity. Which country became first in the Americas to eliminate leprosy? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വെരിഫൈ ചെയ്തതാണ്. ഓപ്ഷൻ എ ചിലി. ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു എലിമിനേറ്റ് ലെപ്രസി ജോർഡൻ ആണ്. അമേരിക്കയിലുള്ള ഫസ്റ്റ് കൺട്രി ഏതാണ്? അത് ചിലിയാണ്. വേൾഡിലുള്ളത് ജോർദൻ ആണ്. ലെപ്രസി ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. കോസ്ഡ് ബൈ മൈക്കോ ബാക്ടീരിയം ലെപ്രേ എന്നുള്ളൊരു ബാക്ടീരിയയാണ് ലെപ്രസിക്ക് കാരണമാകുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് പ്രാരംഭ് 2026 നാഷണൽ വൈഡ് ക്യാമ്പയിൻ ടു എഡ്യൂക്കേറ്റ് സിറ്റിസൺ അബൌട്ട് വിച്ച് ആക്ട്? പ്രാരംഭം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ളതാണ്? ഓപ്ഷൻ ബി ഇൻകം ടാക്സ് ആക്ട് 2025 കുറിച്ച് ഉള്ളതാണ് ഈ പ്രാരംഭം എന്ന് പറയുന്നത്. പ്രാരംഭ് 2026 എ പോളിസി റിഫോംസ് ആൻഡ് റെസ്പോൺസിബിൾ ആക്ഷൻ ഫോർ മിഷൻ വികസിത് ഭാരത് ലോഞ്ച് ബൈ നിർമ്മല സീതാറാം, ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ആൾസോ കർ സാത്തി എന്നുള്ള ചാറ്റ് ബോട്ടിനും ലോഞ്ച് ചെയ്തു. വിൽ പ്രൊവൈഡ് റിയൽ ടൈം ആൻസേഴ്സ് ടു ടാക്സ് റിലേറ്റഡ് ക്വയറീസ്. ടാക്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയുകയും ചെയ്യും ഈ കർ സാത്തി എന്ന് പറയുന്ന ചാറ്റ് ബോട്ട്. ഇൻകം ടാക്സ് ആക്ട് 2025 റീപ്ലേസ് ചെയ്ത് ഇൻകം ടാക്സ് ആക്ട് 1961 റീപ്ലേസ് ചെയ്തതാണ് ഇൻകം ടാക്സ് ആക്ട് 2025 വരുന്നത്. 1961 റീപ്ലേസ് ചെയ്ത് 25 വരുന്നു. ന്യൂ ആക്ട് എയിം ടു സിംപ്ലിഫൈ മോഡേണൈസ് ആൻഡ് സ്ട്രീംലൈൻ ഇന്ത്യൻ ടാക്സ് സിസ്റ്റം. Prambanan temple complex is located in which country? Prambanan temple complex എവിടെയാണുള്ളത്? ഓപ്ഷൻ എ ഇന്തോനേഷ്യ. ഇതാണ് ആ ഒരു ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ കൊളാബറേറ്റ് ടു റീസ്റ്റോർ പ്രംബനൻ ടെമ്പിൾ കോംപ്ലക്സ് യൂസിങ് AI. പ്രംബനൻ ടെമ്പിൾ AI യൂസ് ചെയ്ത് റിസ്റ്റോർ ചെയ്യാനുള്ളൊരു കൊളാബറേഷൻ വന്നിട്ടുണ്ട്. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹിന്ദു ടെമ്പിളാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ. ലൊക്കേറ്റ് ചെയ്യുന്നത് ജാവ, ഇന്തോനേഷ്യയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ജാവ എന്നുള്ള പ്ലേസിലാണ്. ബിൽറ്റ് ഇൻ 9th century CE ഡ്യൂറിങ് സഞ്ജയ ഡൈനാസ്റ്റി. ഡെഡിക്കേറ്റ് ടു ശിവ, വിഷ്ണു, ബ്രഹ്മ. 3 പേർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്ത ശിവ, വിഷ്ണു, ബ്രഹ്മ. ദ ഭവ്യ സ്കീം ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് വിത്ത് ആൻ ഔട്ട്ലേ ഓഫ് ഡാഷ്. ഭവ്യ സ്കീം എത്ര രൂപയ്ക്കാണ്? ഓപ്ഷൻ എ 33,660 crore ആണ് ഇതെന്ന് പറയുന്നത് ഭവ്യ സ്കീം വരുന്നത്. ഭവ്യ അതിൻ്റെ ഇത് വരുന്നത് ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. Approved by Union Cabinet, chaired by PM Narendra Modi. Aim to develop 100 world-class industrial parks ആണ്. Outlay of 33,660 crores. Who won the Sahitya Akademi Award 2025 in English language? Option A നവതേജ് സർണയാണ്. സാഹിത്യ അക്കാദമി അവാർഡ് സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് സാഹിത്യ അക്കാദമി അവാർഡ് ആഫ്റ്റർ ജ്ഞാനപീഠ അവാർഡ്. ഫസ്റ്റ് വരുന്നത് ജ്ഞാനപീഠ അവാർഡാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് സാഹിത്യ അക്കാദമി അവാർഡ് വരുന്നത്. എസ്റ്റാബ്ലിഷ് 1954. അതിന് ക്യാഷ് പ്രൈസ് ആയിട്ട് 1 lakh rupees ആണ് കൊടുക്കുന്നത്. ഗിവൺ ഇൻ 24 ലാംഗ്വേജസ്, 22 ഫ്രം 8 ഷെഡ്യൂൾ ഇംഗ്ലീഷ് ആൻഡ് രാജസ്ഥാനി. 8 ഷെഡ്യൂളുള്ള 22 ലാംഗ്വേജസും പിന്നെ ഇംഗ്ലീഷിനും രാജസ്ഥാനിക്കുമാണ്. ടോട്ടൽ 24 ലാംഗ്വേജിനാണ് ഈ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നത്. ഇംഗ്ലീഷിലെ വിന്നർ എന്ന് പറയുന്നത് നവതേജ് സർണയാണ്. നോവൽ ക്രിംസൺ സ്പ്രിംഗ്. ഹിന്ദിയിലാണെങ്കിൽ മമത കാലിയ, ജീത്തെ ജി അലഹബാദ് ഒരു മെമയറാണ്. പിന്നെ കുറച്ച്
ലാംഗ്വേജിലുള്ള ടൈറ്റിൽസും അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. ആസാമീസ് ഉണ്ട്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മൈഥിലി, മലയാളം. അപ്പോൾ അതിൻ്റെ ഓതേഴ്സൊക്കെയാണ്. ഇപ്പോൾ ആസാമീസ് ആണെങ്കിൽ കെർഹി കേലാർ സധു ദേവബ്രത ദാസാണ്. ഇംഗ്ലീഷ് വരുന്നത് ക്രിംസൺ സ്പ്രിംഗ് നവതേജ് സർണയാണ്. ഹിന്ദി എന്ന് പറയുന്നത് ജീത്തെ ജീൽ അലഹബാദ് മെമയറാണ്. ഓദർ വരുന്നത് മമത കാലിയാണ്. കശ്മീരി വരുന്നത് നജ് ദൗനാക് പോത്ത് ആല പോയട്രിയാണ്. അലി മുഹമ്മദ് ലോണാണ് കിട്ടിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ വീണ്ടും കുറച്ച് തന്നിട്ടുണ്ട്. മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, രാജസ്ഥാനി, സാൻസ്ക്രിറ്റ്, സന്താലി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു. വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ ഓപ്ഷൻ സി 21 മാർച്ചാണ്. തീം ടുഗദർ അഗെയിൻസ്റ്റ് ലോൺലിനെസ്. ടുഗദർ അഗെയിൻസ്റ്റ് ലോൺലിനെസ്. ഡൗൺ സിൻഡ്രോം ഓൾസോ കോൾഡ് ട്രൈസോമി 21 ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ കോപ്പി ഓഫ് ക്രോമസോം 21. ഡൗൺ സിൻഡ്രോം ടോട്ടൽ 47 ക്രോമസോംസ് ഉണ്ടാവും. നോർമൽ പീപ്പിളിനുണ്ടാകുന്ന 46 ക്രോമസോംസ് ആണല്ലോ, 23 പേഴ്സ്. ഇവിടെ വരുമ്പോൾ എന്തുണ്ടാവും? 47 ക്രോമസോംസ്, അല്ലെങ്കിൽ ഒരു പെയർ എക്സ്ട്രാ ക്രോമസോംസ് കാരണം ഉണ്ടാകുന്ന ഒരു ജനറ്റിക് ഡിസോർഡറാണ് ഈ ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. മെയ്ഡ് ഓഫ് DNA, ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് പ്ലസ് പ്രോട്ടീൻസ്. ക്രോമസോംസ് ക്യാരി ജനറ്റിക് ഇൻഫർമേഷൻ. ഈ ക്രോമസോംസിൽ എന്തുണ്ടാകും? ജനറ്റിക് ഇൻഫർമേഷനാണ്. ഇവിടെ പറഞ്ഞു വന്നത് നോർമലായിട്ടുള്ള ഒരാൾക്ക് 46 ക്രോമസോംസ് ആണ്, അല്ലെങ്കിൽ 23 പേഴ്സ്. 23 രണ്ടായിട്ട് എടുക്കുമ്പോഴുള്ള പേഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ 46 ക്രോമസോംസ് ഉണ്ടാവും. അതേസമയം ഈ ഡൗൺ സിൻഡ്രോം ഉള്ള ആൾക്ക് 41 ക്രോമസോംസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ 46-ഓടൊപ്പം പ്ലസ് ഒരു ക്രോമസോം, ഒരു എക്സ്ട്രാ കോപ്പി ഓഫ് ഒരു ക്രോമസോം 21-ൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവും. അതാണ് ഈ ഒരു ഡൗൺ സിൻഡ്രോം എന്നുള്ളൊരു അസുഖത്തിലെത്തുന്നത്. അതിൻ്റെ പ്രത്യേകതകളെന്ന് വെച്ചാൽ ഒരു സ്ലാൻഡേർഡ് അപ് ടേൺഡ് ഐസ് ഉണ്ടാവും, സ്മാൾ ഇയേഴ്സ് ആയിരിക്കും, ഫ്ലാറ്റ് നോട്ട്സ് ബ്രിഡ്ജ് ആയിരിക്കും, ഷോർട്ട് നെക്ക്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. വെനീസ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി മാർച്ച് 8. സെലിബ്രേറ്റഡ് ടു റൈസ് അവയർനെസ് അബൌട്ട് ജെൻഡർ ഇക്വാലിറ്റി, വുമൺ എംപവർമെൻ്റ് ഒക്കെയാണ് വരുന്നത്. തീം റൈറ്റ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ്. റൈറ്റ്സ്, ജസ്റ്റിസ്, ആക്ഷൻ. When is World Wildlife Day celebrated every year? Option C March 3. Medicinal and aromatic plants conserving health, heritage and livelihood. Medicinal and aromatic plants conserving health, heritage and livelihood. Under which article did the Supreme Court allow passive euthanasia in Harish Rana versus Union of India case? Supreme Court allow passive euthanasia. Option B Article 21 ആണ്. Withdrawal of passive euthanasia means withdrawal of life supporting treatment, അല്ലെങ്കിൽ വെന്റിലേറ്റർ അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം. ദയാമരണോ ദയാവധം അങ്ങനൊരു സംഭവം കൊടുക്കുന്നത് വെച്ചാൽ കുറേ കാലമായിട്ട് വെന്റിലേറ്ററിലോ സപ്പോർട്ട് സിസ്റ്റത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇനി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ മെഷീൻസിൻ്റെ അല്ലാതെ സപ്പോർട്ടിൽ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ അവർക്ക് സുപ്രീം കോടതി അനുവാദത്തോടെ മരിക്കാൻ കൊടുക്കുന്ന ഒരു അവസരത്തിനാണ് പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21 ആണ്. റൈറ്റ് ടു ലീവ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. സുപ്രീം കോർട്ട് റെക്കഗ്നൈസ് ഇറ്റ് ആസ് എ റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. സുപ്രീം കോർട്ട് പറഞ്ഞു റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ മരിക്കാൻ, അഭിമാനത്തോടെ മരിക്കാനുള്ള ഒരു അവകാശം. ആർട്ടിക്കിൾ 21 ബേസിസിലാണ് ഹരീഷ് റാണയ്ക്ക് അത് പ്രൊവൈഡ് ചെയ്തത്. ജൽ ജീവൻ മിഷൻ JJM 2.0 has been extended till which year? ജൽ ജീവൻ മിഷൻ ഏത് വർഷം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തത്? ഓപ്ഷൻ സി 2028 2028 വരെയാണ് ജൽ ജീവൻ മിഷൻ എക്സ്റ്റെൻഡ് ചെയ്തത്. എയിം ഹർ ഘർ ജൽ സ്റ്റാറ്റസ് ടു ഓൾ ഗ്രാം പഞ്ചായത്ത് ബൈ 2028 2028 എല്ലാ ഗ്രാമങ്ങളിലും ജലം എത്തിക്കുക അല്ലെങ്കിൽ വാട്ടറിൻ്റെ സപ്ലൈ എത്തിക്കുക എന്നതാണ് ഈ JJM 2.0 അല്ലെങ്കിൽ ജൽ ജീവൻ മിഷൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. JJM മീൻസ് ജൽ ജീവൻ മിഷൻ ലോഞ്ച്ഡ് ഇൻ 15 ഓഗസ്റ്റ് 2019. അണ്ടർ മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ടു പ്രൊവൈഡ് സേഫ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ്, എല്ലാ റൂറൽ ഹൗസ് ഹോൾഡ്സിനും വെള്ളം എത്തിക്കുക എന്നതാണ് ജൽ ജീവൻ മിഷൻ്റെ മെയിനായിട്ടുള്ള എയിം. വിച്ച് കൺട്രി ഹാസ് അഗ്രീഡ് ടു പർച്ചേസ് ബ്രഹ്മോസ് മിസൈൽസ് ഫ്രം ഇന്ത്യ ഇൻ 2026? ബ്രഹ്മോസ് മിസൈൽസ് 2026 വാങ്ങിക്കാമെന്ന് പറഞ്ഞ കൺട്രി ഏതാണ് ഇന്ത്യയിൽ നിന്ന്? ഓപ്ഷൻ എ ഇന്തോനേഷ്യയാണ്. ബ്രഹ്മോസ് ഒരു മീഡിയം റേഞ്ച് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. വൺ ഓഫ് ദ വേൾഡ് ഫാസ്റ്റസ്റ്റ് ക്രൂയിസ് മിസൈലാണ്.
can be launched from submarine, ships, aircraft, land. ബ്രഹ്മോസ് ഒരു ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. അങ്ങനെ ബ്രഹ്മോസ് മീൻസ് ഇന്ത്യയുടെയും റഷ്യയുടെയും ഒരു ജോയിൻറ്റ് വെഞ്ചർ ഡെവലപ്പ് ചെയ്തൊരു മിസൈൽ സിസ്റ്റമാണ്. മാനുഫാക്ചർ എന്ന് പറയുന്നത് ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് വരുന്നത്. ഫസ്റ്റ് കൺട്രി സൈൻ ഡീൽ ടു ബൈ ബ്രഹ്മോസ് ഫിലിപ്പൈൻസ് ആണ്. ആദ്യമായിട്ട് ഈ സൈൻ ഡീൽ ചെയ്തത് ഫിലിപ്പൈൻസ് ആണ്. 2026 പറഞ്ഞത് ഇന്തോനേഷ്യയാണ്. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് മഹാത്മ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ. മഹാത്മ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്ന ബുക്കിൻ്റെ ഓഥർ ആരാണ്? ഓപ്ഷൻ ബി ഡോക്ടർ ധീരജ് കക്കാദിയയാണ്. വിച്ച് കൺട്രി ബിക്കം ദ ഫസ്റ്റ് ഇൻ EU European Union to eliminate mother to children transmission of HIV and syphilis? Which country became first in the European Union to eliminate mother to child transmission of HIV and syphilis? Option C Denmark ആണ്. Declared by who? World Health Organization. Headquarters Geneva. AIDS എന്ന് വെച്ചാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. കോസ് ചെയ്യുന്ന HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. സിഫിലിസ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ്, കോസ് ബൈ ബാക്ടീരിയ. ഫസ്റ്റ് കൺട്രി ക്യൂബ. ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് മാൽദീവ്സ്. ഇത് എലിമിനേറ്റ് ചെയ്ത കൺട്രീസിൻ്റെ ലിസ്റ്റാണ് തോന്നുന്നു തന്നിരിക്കുന്നത്. കറക്റ്റ് അത് ഉറപ്പില്ല ഈ പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിച്ചതാണോ അതോ ഇതിനെ എലിമിനേറ്റ് ചെയ്തതാണെന്നൊരു ഉറപ്പില്ല കേട്ടോ. എലിമിനേറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. HIV-യും സിഫിലിസിനെ എലിമിനേറ്റ് ചെയ്തത് ക്യൂബയും, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, സിഫിലിസിനെ എലിമിനേറ്റ് ചെയ്തത് മാൽദീവ്സ് ആണെന്നാണ് തോന്നുന്നത്. ഒന്ന് വെരിഫൈ ചെയ്തോളണം ഈ ഒരു ഡേറ്റ. അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വിച്ച് കൺട്രി ബിക്കം ദ ഫസ്റ്റ് ഇൻ യൂറോപ്യൻ യൂണിയൻ ടു എലിമിനേറ്റ് മദർ ടു ചിൽഡ്രൻ ട്രാൻസ്മിഷൻ ഓഫ് HIV ആൻഡ് സിഫിലിസ്? ഓപ്ഷൻ സി ഡെൻമാർക്കാണ്. ഇന്ത്യസ് ഫസ്റ്റ് പോർട്ട് ഓഫ് റെഫ്യൂജി mechanism operates through which port? Port of refugees mechanism operates through which port? Option A Dighi and Gopalpur. Dighi and Gopalpur. Established by Adani Ports and Special Economic Zone Limited. Port of Refugee POR provide a safe harbour facility for ships in emergency or danger. Two locations for POR: Dighi Port near Mumbai and Gopalpur Port, Odisha. Musi River Rejuvenation Port is launched in which state? Option D Telangana. Musi River Rejuvenation Project flagship initiative of Telangana government to clean and restore the Musi River flowing through Hyderabad. Musi River പോകുന്ന ഹൈദരാബാദിലൂടെയാണ്. ടു ക്ലീൻ റീസ്റ്റോർ മ്യൂസി റിവർ എന്നാണ് എൻ്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. എൻ്റെ എയിം എന്ന് പറയുന്നത് തെലങ്കാന ഗവൺമെൻറ് ഒരു ഇനിഷ്യേറ്റീവാണ്. തെരാഫാബ് പ്രോജക്റ്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് സെക്ടർ? തെരാഫാബ്. ഓപ്ഷൻ സി AI മാനുഫാക്ചറിങ് പ്രൊജക്റ്റാണ് തെരാഫാബ് എന്ന് പറയുന്നത്. തെരാഫാബ് പ്രൊജക്റ്റ് എ മാസീവ് AI ചിപ്പ് മാനുഫാക്ചറിങ് ആണ്. അനൗൺസ്ഡ് ബൈ എലോൺ മസ്ക് ആണ്. ജോയിൻറ്റ് വെഞ്ചർ ഓഫ് ടെസ്ല, സ്പേസ് എക്സ്, XAI ആൻഡ് ഇൻഡൽ. ടെസ്ല, സ്പേസ് എക്സ്, XAI, ഇൻഡൽ ഇവരുടെ എല്ലാം കൂടി ജോയിൻറ്റ് വെഞ്ചറാണ് ഈ തെരാഫാബ് എന്ന് പറയുന്നത്. സാർഹോൾ ഫെസ്റ്റിവൽ 2026 ഹാസ് ബീൻ സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? സാർഹോൾ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ജാർഖണ്ഡ് ആണ്. സാർഹോൾ എ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ആണ്, ഒരു ട്രൈബൽ ഫെസ്റ്റിവൽ ഓഫ് ജാർഖണ്ഡ് ആണ്. സാർഹോൾ മീൻസ് വർഷിപ്പ് ഓഫ് സാൽ ട്രീ. സാർഹോൾ മീൻസ് സാൽ ട്രീയെ വർഷിപ്പ് ചെയ്യുന്നൊരു ഫെസ്റ്റിവലാണ്. അതർ ഫെസ്റ്റിവൽസ് ഓഫ് ജാർഖണ്ഡ് കർമ്മ, ഭക്ത, പർബ്, ജാവ, സൊഹ്റായ്. കർമ്മ, ഭക്ത, പർബ്, ജാവ, സൊഹ്റായ് ഇതൊക്കെയാണ് ജാർഖണ്ഡിലെ വേറെ ഫെസ്റ്റിവൽസ്. സാർഹുൾ ജാർഖണ്ഡിലുള്ള ഒരു ഫെസ്റ്റിവലാണ്. ലിപ് ലേക്ക് പാസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ലിപ് ലേക്ക് എവിടെയുള്ളതാണ്? ഓപ്ഷൻ എ ഉത്തരാഖണ്ഡിലുള്ളതാണ്. ലിപ് ലേക്ക് പാസ് ലൊക്കേറ്റഡ് ഇൻ പിത്തോഗർ ഡിസ്ട്രിക്ട്, ഉത്തരാഖണ്ഡ്. കണക്ട്സ് ഇന്ത്യ വിത്ത് ടിബറ്റ് റീജിയൻസ് ഓഫ് ചൈന. ഇന്ത്യയെ ചൈനയുടെ ടിബറ്റ് റീജിയൻസുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ഈ ലിപ് ലേക്ക് പാസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ന്യൂസിൽ വെച്ചാൽ ബോർഡർ ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ത്രൂ ലിപ് ലേക്ക് വിൽ റീസ്റ്റാർട്ട് ആഫ്റ്റർ 7 years. 7 വർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് റൂട്ടായിട്ടുള്ള ലിപ് ലേക്ക് പാസ് ഒരു ട്രേഡിന് വേണ്ടി തുറക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസുണ്ട്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് as ഇന്ത്യസ് അംബാസഡർ ടു ചൈന? കാരണം ഓപ്ഷൻ ഡി വിക്രം ദൊരസ്വാമിയാണ് അംബാസഡർ ടു ചൈന. ചൈനയുടെ ക്യാപിറ്റൽ ബെയ്ജിങ്. അവിടെയുള്ള ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവർ, അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ലോങ്ങസ്റ്റ് റിവറാണ് യാങ്സെ. ജോസ് അന്റോണിയോ കാസ്റ്റ് ബിക്കം ദ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി? ജോസ് അന്റോണിയോ കാസ്റ്റ് ഏത് കൺട്രിയുടെ പ്രസിഡൻ്റായി? ഓപ്ഷൻ ഡി ചിലി. ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? ജോസ് അന്റോണിയോ കാസ്റ്റ്.
ചിലിയുടെ ക്യാപിറ്റലാണ് സാന്റിയാഗോ. ഹയസ്റ്റ് ലേക്ക് വരുന്നത് ലേക്ക് ടിറ്റിക്കാനയാണ്, ടിറ്റിക്കാക്ക. വിച്ച് സ്റ്റേറ്റ് പാസ് ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ 2026? ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ല് പാസ് ചെയ്ത ആരാണ്? ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ എയിം ടു പ്രിവെൻറ്റ് അൺലോഫുൾ റിലീജിയസ് കൺവേർഷൻസ് ത്രൂ ഫോഴ്സ് ഫ്രോഡ്. മതം മാറ്റുന്ന പരിപാടി, നിർബന്ധിച്ചുള്ള മതം മാറ്റത്തിനെതിരെയുള്ളതാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ ബിൽ എന്ന് പറയുന്നത്. ചെയ്ത പെനൽറ്റി 3 to 5 years ഓഫ് ജയിൽ ആൻഡ് ഫൈൻ അപ് ടു 1 lakh rupees. ആർട്ടിക്കിൾ 25 ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ് അവിടെ ലംഘിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇത് നിയമം എടുക്കുന്നത്. അപ്പോൾ ഇതൊരു പാർട്ട് 1 ആയിട്ട് നമുക്കിവിടെ നിർത്താം. അടുത്തൊരു പാർട്ടിൽ നമുക്ക് ഈ പറഞ്ഞ മാർച്ച് 2026 ഫുൾ കറണ്ട് അഫയേഴ്സ് തീർക്കാം. അപ്പോൾ ഇതുവരെ കേട്ടിരുന്നവർക്ക് താങ്ക് യു.